ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. കുട്ടികൾക്ക് പറഞ്ഞുകൊടുക്കാൻ ഒരു കഥ പറയാം. അവർക്കറിയുന്ന മൗഗ്ലിയുടെ കഥ പോലൊന്ന്. ചെന്നായ്ക്കളുടെ വളർത്തുപുത്രനായ മൗഗ്ലി ആദ്യം ചെന്നായ്ക്കളുടേതുപോലെ പെരുമാറുകയായിരുന്നല്ലോ. അതുപോലെ നടക്കുന്നു, വെള്ളം കുടിക്കുന്നു. അതുപോലൊരു കഥ തന്നെയാണ് ഒരു കടുവ കുഞ്ഞിന്റെ കഥ. കടുവ കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ അതിന്റെ അമ്മ അതിനെ വിട്ടുപോയി. പിന്നെ ഒരു ആട്ടിൻപറ്റമാണ് അവനെ വളർത്തിയത്. അതിന്റെ കൂടെ ചേർന്ന് അവൻ പുല്ലു മാത്രം തിന്നാൻ തുടങ്ങി. പിന്നെ ഒരിക്കൽ ഒരു വയസ്സൻ കടുവയാണ് ആട്ടിൻപറ്റത്തിന്റെ കൂടെ കടുവാ കുഞ്ഞിനെ കണ്ട് അവനെ വാരിയെടുത്ത് ദൂരെയുള്ള നദിക്കരയിൽ ചെല്ലുകയും നദിയിലെ വെള്ളത്തിനഭിമുഖമായി അവനെ നിർത്തുകയും ചെയ്തത്. വെള്ളത്തിലെ പ്രതിബിംബത്തിൽ അന്നാദ്യമായി കടുവാ കുഞ്ഞ് സ്വന്തം രൂപം കണ്ടു. കുഞ്ഞുങ്ങൾക്ക് എന്തിനാണ് ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത് എന്നല്ലേ? താൻ ആരാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത, അല്ലെങ്കിൽ അതിന് അനുവദിക്കാത്ത കൂട്ടുകെട്ടുകളിൽ വീണു പോകരുത് എന്ന് ഓർമ്മിപ്പിക്കാനാണ്. അങ്ങനെ പെട്ടുപോയാൽ ഇരുകാലിൽ നടക്കേണ്ടവൻ നാലുകാലിൽ നടക്കും. അവനവന് അർഹമല്ലാത്ത ഇടങ്ങളിൽ ആരാലും അറിയപ്പെടാതെ ജീവിക്കേണ്ടി വരിക. ചിലപ്പോൾ ജീവിതം തന്നെ ഉണ്ടായി എന്ന് വരില്ല. ആരോ ചരടുവലിക്കുന്നതിനനുസരിച്ച് തുള്ളിക്കളിക്കുന്ന പാവകളല്ല നമ്മളെന്ന് കുട്ടികൾക്ക് പറഞ്ഞുകൊടുക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് ഗാസിയാബാദിൽ 12, 14, 16 വയസ്സുള്ള 3 സഹോദരിമാർ ജീവനൊടുക്കിയതുകൂടി അവരോട് പറഞ്ഞുകൊടുക്കണം. ആരോ നിയന്ത്രിക്കുന്ന ഗെയിമുകളിൽ ജീവനൊടുക്കിയ 3 സഹോദരിമാരെക്കുറിച്ച്. കുട്ടികൾ കൊറിയൻ ഓൺലൈൻ ടാസ്ക് ഗെയിം കളിച്ചിരുന്നതായും അച്ഛൻ മൊബൈൽ പിടിച്ചുവച്ചതിൽ പിണങ്ങി ചാടിയതാണ് എന്ന് കരുതുന്നതായും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശ് ഗാസിയാബാദിലെ ഭാരത് സിറ്റി അപ്പാർട്ട്മെന്റിൽ ബുധനാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. ഡൽഹി സ്വദേശി ചേതൻ കുമാറിന്റെ മക്കളായ 16 വയസ്സുള്ള നിഷിക, 14 വയസ്സുള്ള പ്രാചി, 12 വയസ്സുള്ള ഭക്കി എന്നിങ്ങനെ 3 കുട്ടികൾ. പെൺകുട്ടികൾ കൊറിയൻ സീരീസുകളുടെ ആരാധകരായിരുന്നു എന്നും കൊറിയൻ ഭാഷ സംസാരിക്കുകയും പരസ്പരം കൊറിയൻ പേരുകൾ വിളിക്കുകയും ചെയ്തിരുന്നു എന്നും അച്ഛൻ പറഞ്ഞു. ഞങ്ങൾക്ക് എത്ര പ്രിയപ്പെട്ട ഗെയിമാണ് നിങ്ങൾ തടഞ്ഞത് എന്നിപ്പോൾ മനസ്സിലായില്ലേ? ഗെയിമില്ലാതെ ജീവിക്കാനാവില്ല. ഇതാണ് ഞങ്ങളുടെ ലോകം. സോറി പപ്പ എന്ന കുറിപ്പ് കണ്ടെത്തി. 2 വർഷമായി കുട്ടികൾ സ്കൂളിൽ പോയിരുന്നില്ല എന്നും കണ്ടെത്തിയതായി പോലീസ് പറയുന്നു. എഴുത്തുകാരനും സൈക്യാട്രിസ്റ്റുമായ ഡോക്ടർ അരുൺ ബി നായർ വിശദീകരിക്കുന്നു. കൗമാരപ്രായക്കാരുടെ ഇടയിൽ കൊറിയൻ ഭ്രമം വർദ്ധിച്ചു വരുന്ന സാഹചര്യം നിലവിലുണ്ട്. കൊറിയൻ സംഗീത ബാൻഡുകളായ BTSനെ കുറിച്ചൊക്കെയുള്ള ഭ്രമം കൗമാരപ്രായക്കാരായ ചെറുപ്പക്കാരികളുടെ ഇടയിൽ വളരെ കൂടുതലായിരുന്നുവെങ്കിലും ഇപ്പോൾ കേവലം സംഗീതത്തോടുള്ള ആവേശം അല്ലെങ്കിൽ കൊറിയൻ സീരീസുകളോടുള്ള ആവേശം എന്നുള്ളതിൽ കവിഞ്ഞ് കൊറിയയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഓൺലൈൻ ഗെയിമുകളിലേക്ക് താല്പര്യം വ്യാപിച്ചു വരികയാണ്. വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ സമൂഹത്തെ ആശങ്കപ്പെടുത്തിയ ബ്ലൂ വെയിൽ ചലഞ്ച് പോലെയുള്ള മൾട്ടി ലെവൽ ടാസ്ക് ബേസ്ഡ് ഓൺലൈൻ ഗെയിമുകളെ കുറിച്ചുള്ള ഒരു കൊറിയൻ ഗെയിമിന്റെ വാർത്തകളാണ് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ. ഗാസിയാബാദിൽ 3 പെൺകുട്ടികൾ ഓൺലൈൻ ഗെയിം കളിക്കുന്നത് മാതാപിതാക്കൾ വിലക്കിയപ്പോൾ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തോടെയാണ് ഇത് കൂടുതൽ ജനശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നത്. ഈ ഓൺലൈൻ ഗെയിമുകളുടെ ഒരു പ്രത്യേകത ചടുലമായ ദൃശ്യവിന്യാസങ്ങൾ ഉൾപ്പെടുന്ന സങ്കേതങ്ങൾ അതിൽ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അവസാന നിമിഷം വരെ പങ്കെടുക്കുന്ന ആളുകളെ ത്രസിപ്പിച്ചുകൊണ്ടാണ് ആ ഗെയിമുകൾ മുന്നോട്ട് നീങ്ങുന്നത്. ഗെയിമിൽ വിജയിക്കുന്ന വ്യക്തിക്ക് ആ ത്രില്ല് ലഭിക്കാൻ വേണ്ടി വീണ്ടും കളിക്കാനുള്ള പ്രവണത വരുന്നു. പരാജയപ്പെട്ട വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തലനാരിടയ്ക്കുള്ളൊരു പരാജയമാണ് എന്ന തോന്നൽ വീണ്ടും കളിച്ച് ജയിക്കാനുള്ള പ്രേരണയായി മാറുന്നു. ക്രമേണ ഈ ഓൺലൈൻ ഗെയിം ഉപയോഗം ഒരു അടിമത്തമായി മാറുന്ന സാഹചര്യം സംജാതമാകുന്നു. അപ്പോഴാണ് അതൊരു മാനസികാരോഗ്യ പ്രശ്നമായി പരിണമിക്കുന്നത്. ബിഹേവിയറൽ അഡിക്ഷൻ അഥവാ സ്വഭാവ സംബന്ധമായ അടിമത്തം എന്ന പട്ടികയിലാണ് ഇത്തരം ഓൺലൈൻ ഗെയിം അടിമത്തങ്ങളെ പെടുത്താൻ സാധിക്കുക. നാം ഒരു പ്രവൃത്തി ചെയ്യുന്നു, അതിൽ നിന്ന് ഒരു ആഹ്ലാദ അനുഭൂതി ഉണ്ടാകുന്നു. സമാനമായ അനുഭൂതി ലഭിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും അതേ ഗെയിം കളിച്ചുകൊണ്ട് സന്തോഷം കിട്ടുന്ന ഏക കാര്യമായിട്ട് ഇത് മാറുന്ന സാഹചര്യമാണ് ബിഹേവിയറൽ അഡിക്ഷൻ. ബിഹേവിയറൽ അഡിക്ഷൻ ഉള്ള ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ മറ്റൊരു കാര്യവും സന്തോഷം പകരാറില്ല. അവരുടെ ജീവിതം പൂർണ്ണമായും ഈ ഒരു സംഗതിയിൽ കേന്ദ്രീകൃതമാകുന്നു. ഓൺലൈൻ ഗെയിം കളിക്കാം എന്നുള്ള പ്രതീക്ഷയാണ് രാവിലെ ഉണരുമ്പോൾ തന്നെ അവരെ പ്രചോദിപ്പിക്കുന്നത്. ഗെയിം കളിക്കുന്നതിന്റെ സമയം നിയന്ത്രിക്കാൻ അവർക്ക് കഴിയാറില്ല. ക്രമേണ ഗെയിം കളിക്കുന്ന സമയം കൂടിക്കൂടി വരുന്നു. എന്തെങ്കിലും കാരണവശാൽ ഒരു ദിവസം ഗെയിം കളിക്കാതെ വന്നാൽ ശക്തമായ പിൻവാങ്ങൽ ലക്ഷണങ്ങൾ ഉണ്ടാകും. ഈ പിൻവാങ്ങൽ ലക്ഷണങ്ങളിൽ ഉറക്കക്കുറവും അമിത ഉത്കണ്ഠയും തൊട്ട്
തീവ്രമായ അക്രമ സ്വഭാവവും ആത്മഹത്യാ പ്രവണതയും വരെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പലപ്പോഴും മണിക്കൂറുകളോളം നീളുന്ന ഓൺലൈൻ ഗെയിം കളിക്കുന്ന കുട്ടികളുടെ ഉറക്കം നഷ്ടപ്പെടുന്നു. ദീർഘകാലമായുള്ള ഉറക്കക്കുറവ് പലപ്പോഴും വിഷാദ രോഗവും ഉത്കണ്ഠാ രോഗങ്ങളും അടക്കമുള്ള മാനസിക പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കുന്നു. ഓൺലൈൻ ഗെയിമുകളിൽ അധിക നേരം അഭിരമിക്കുന്ന വ്യക്തികൾ അധികം വൈകാതെ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലേക്ക് ചൂടുമാറ്റം നടത്തുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. നോക്കൂ, വീട്ടിൽ മുറിയടച്ചൊറ്റയ്ക്കിരിക്കുക, ഏറെ നേരം മൊബൈൽ ഫോണിൽ ചെലവഴിക്കുക, പഠിക്കാൻ യാതൊരു താല്പര്യവും ഇല്ലാതിരിക്കുക, സാമൂഹികമായി ഇടപെടൽ ഇല്ലാതിരിക്കുക, വൈകാരികമായി നിയന്ത്രണം നഷ്ടപ്പെടുക, ഇങ്ങനെയൊക്കെ കുട്ടികളിൽ ലക്ഷണങ്ങളുണ്ട് എങ്കിൽ ശ്രദ്ധിക്കണം. തിരികെ വരാൻ ആഗ്രഹിച്ചിട്ട് നടക്കുന്നില്ലെങ്കിൽ കുട്ടികൾ പലപ്പോഴും വിഷാദ രോഗികളുമാകും. ഓൺലൈൻ ഗെയിമിന്റെ അമിത ഉപയോഗത്തെ തുടർന്ന് വിഷാദ രോഗബാധിതരാകുന്ന വ്യക്തികളുടെ ഈ വിഷാദ രോഗം മാതാപിതാക്കൾ പലപ്പോഴും തിരിച്ചറിയാറില്ല. കാരണം ഇവർ കൂടുതൽ സമയം ഓൺലൈൻ ഗെയിമിൽ വ്യാപൃതരായി ഇരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഗെയിം കളിക്കാത്ത സമയത്ത് എന്താണ് അവർക്ക് സംഭവിക്കുന്നത് എന്ന് ചുറ്റുമുള്ള ആളുകൾ അറിയാറില്ല. അങ്ങനെ തിരിച്ചറിയപ്പെടാതെ പോകുന്ന വിഷാദ രോഗം സ്വാഭാവികമായും ചികിത്സിക്കപ്പെടാതെ പോവുകയും ആത്മഹത്യകൾക്ക് വഴിതെളിക്കുകയും ചെയ്യുന്നത് സർവ്വസാധാരണമാണ്. ഇക്കാരണം കൊണ്ട് തന്നെ ആരോഗ്യകരമായ ദൃശ്യമാധ്യമ സമയം പ്രായത്തിന് അനുസൃതമായി ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ ഈ ഡിജിറ്റൽ വിനോദങ്ങൾക്ക് അപ്പുറത്തേക്ക് കായിക വ്യായാമങ്ങളും ആരോഗ്യകരമായ വ്യക്തിബന്ധങ്ങളും മറ്റ് വിനോദങ്ങളും വികസിപ്പിച്ചെടുക്കാൻ കൗമാരപ്രായക്കാരെ പ്രേരിപ്പിക്കേണ്ടതുണ്ട്. ഇനി കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ടത്, അകപ്പെട്ടു പോകുന്ന സൗഹൃദങ്ങൾക്കും സാഹചര്യങ്ങൾക്കും അപ്പുറത്തേക്ക് ആർക്കും വളരാനാകില്ല എന്നാണ്. അതാണ് നേരത്തെ പറഞ്ഞ 2 കഥകളിലുമുള്ളത്. ഒരാൾ എന്നും ജീവിക്കുന്ന സാഹചര്യങ്ങളായിരിക്കും അയാളുടെ ശാരീരിക മാനസിക പ്രതിരോധശേഷിയും മനോഭാവവും തീരുമാനിക്കുന്നത്. നിങ്ങൾ നിരന്തരമായി ഇങ്ങനെ ഗെയിമുകളിലും ഡിജിറ്റൽ അഡിക്ഷനിലുമാണെങ്കിൽ നിങ്ങളുടെ മാനസിക പ്രതിരോധശേഷി അത് മാത്രമായിരിക്കും. ഇനി രക്ഷിതാക്കൾ അറിയേണ്ടത്, ഒരാളെ മനസ്സിലാക്കാൻ അയാളുടെ ഏറ്റവും അടുത്ത 5 സുഹൃത്തുക്കൾ ആരൊക്കെയെന്ന് തിരിച്ചറിഞ്ഞാൽ മതി. ആ സൗഹൃദ വലയത്തിന്റെ സ്വാധീനത്തിൽ നിന്നായിരിക്കും അയാളുടെ കാഴ്ചപ്പാടുകളും കർമ്മബോധവും രൂപപ്പെടുന്നത്.